കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിക്ക് ദിവ്യ ഉണ്ണിക്ക് കൊടുത്തത് 5 ലക്ഷം രൂപ. സംഘാടകരുടെ അക്കൗണ്ട് പരിശോധനയിലൂടെയാണ് ഈ വിവരം പോലീസിന് ലഭിച്ചത്. കൂടുതൽ പണം നൽകിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. മാത്രമല്ല ഒരുപാട് കിംവദന്തികളും അർത്ഥസത്യങ്ങളും ഒക്കെ പ്രചരിക്കുകയാണ്. കോടികൾ ദിവ്യ ഉണ്ണി ഉണ്ടാക്കിയിട്ട് അമേരിക്കയ്ക്ക് കടന്നു. എനിക്ക് തോന്നുന്നില്ല ഈ നർത്തകിയുടെ നൃത്തപാഠവും ഇവിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഭാരവാഹികൾ ഉപയോഗിച്ചതാകാനാണ് കൂടുതൽ സാധ്യത. മാത്രമല്ല അമേരിക്കയിലൊക്കെ കുറേ കാലമായി താമസിക്കുന്ന ഈ ദിവ്യ ഉണ്ണിക്ക് ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ തന്നെ കൂടുതൽ ഇപ്പോൾ അറിയാമോ എന്നും എനിക്ക് സംശയമുണ്ട്. എന്തായാലും അവർ കുടുങ്ങിപ്പോയതുപോലെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ശ്യാംകുമാർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ദിവ്യ ഉണ്ണി അമേരിക്കയ്ക്ക് പോയി. കുറേ അധികം കാലമായി അവർ അവിടെ താമസിക്കുന്നു. ഞാനൊരു പ്രോഗ്രാമിനൊക്കെ പോയപ്പോൾ ദിവ്യ ഉണ്ണിയെ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ ഉണ്ണിയുടെ ഉറക്കം പോയി. പറയൂ. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലെ ആ പരിപാടി ഏതായാലും വിവാദമാണ്. അതുമായി ബന്ധപ്പെട്ട ഇന്നലെ ഏറ്റവും അവസാന പരിപാടിയുടെ സംഘാടകരായ മൃദംഗവിഷൻ്റെ MDക്ക് താൽക്കാലിക ജാമ്യം നീട്ടി നൽകിയിരുന്നു കോടതി. അതിന് പിന്നാലെയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, നൃത്തം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ദിവ്യ ഉണ്ണിക്ക് 5 ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നതെന്ന് കണ്ടെത്തിയത്. അത് ഈ സംഘാടകരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധനയിൽ നിന്നാണ് പോലീസിന് ആ വിവരം കണ്ടെത്താൻ സാധിച്ചത്. ഇതിൽ കൂടുതൽ പണം അക്കൗണ്ട് മുഖേന അല്ലാതെ കൈമാറിയിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ച് വരികയാണ്. ഏതായാലും മറ്റ് അക്കൗണ്ടുകൾ 35 ലക്ഷം രൂപയും മറ്റും ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ടും കൂടുതൽ പണം ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഒരു അക്കൗണ്ടും പോലീസ് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ദിവ്യ ഉണ്ണിയെ ആവശ്യമെങ്കിൽ നോട്ടീസ് നൽകിയ ശേഷം ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ പരിപാടി നടന്ന കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥരായ GCDAക്ക് ഒരു വലിയ ചോദ്യാവലിയും പോലീസ് നൽകിയിട്ടുണ്ട്. അപകടത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാണ് ഈ ചോദ്യാവലി നൽകിയിരിക്കുന്നത്. അതിന് ഉടൻ മറുപടി നൽകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടി ലഭിച്ച ശേഷമായിരിക്കും ഈ കേസിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള അന്വേഷണം മുന്നോട്ട് പോവുക. SK.